നമസ്കാരം. ഒരു അപകട വാർത്തയാണ് ഇന്ന് ഏവരെയും സ്തബ്ധരാക്കിയത്. കൊച്ചിയിൽ ബംഗളൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ബസ്സാണ് അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ മറിഞ്ഞ് അത് ബൈക്കിന് മുകളിലേക്ക് വീണ് ഒരു മരണം സംഭവിച്ചു. 12-ലേറെ പേർക്ക് പരിക്കേറ്റു. പക്ഷേ മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. പക്ഷേ ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നുണ്ടായത്. ഈ വാർത്ത വിശദമായി നമുക്ക് നോക്കാം. ആദ്യം തലക്കെട്ട്. കൊച്ചിയിൽ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടം. ഇടുക്കി സ്വദേശിയായ ബൈക്ക് യാത്രികൻ മരിച്ചു. അപകടം ട്രാഫിക് സിഗ്നലിൽ ഇടിച്ചു മറിഞ്ഞ്. നേതൃമാറ്റം അജണ്ടയിലില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. പിണറായി വിജയൻ നെടുംതൂണായ നേതാവ്. EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച ഗൗരവമായി പരിശോധിക്കുമെന്നും MV ഗോവിന്ദൻ. സെക്രട്ടറിയുടെ നിലപാട് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ഷാജി മുതൽ യെച്ചൂരി വരെ മുഖ്യമന്ത്രിക്കെതിരെന്ന് PMA സലാം. വിലക്കയറ്റത്തിൽ വലഞ്ഞ ജനം. മത്സ്യത്തിനും മാംസത്തിനും പച്ചക്കറിക്കും തീവില. ഇടപെടാതെ സർക്കാർ. അവശ്യ സാധനങ്ങളില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ. കാസർകോട്ടെ കോൺഗ്രസിൽ ഭിന്നത. നേതാക്കളെ പുറത്താക്കിയതിൽ പ്രതിഷേധം ശക്തം. ഉണ്ണിത്താൻ ഡൽഹിക്ക്. +1 സീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് വഴങ്ങി സർക്കാർ. നിലപാട് മാറ്റം. SFIയും എതിർപ്പുമായി എത്തിയതോടെ വിദ്യാർത്ഥി സംഘടനകളുമായി മറ്റന്നാൾ ചർച്ച. MSFന്റെ പ്രക്ഷോഭം ഏറ്റെടുക്കാൻ ലീഗ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിൽ. യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്ന ABVP. പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ചോദ്യപേപ്പർ ചോർച്ചയിൽ 3 പേർ അറസ്റ്റിൽ. കേളു ഇന്ന് മന്ത്രിയാകും. ചടങ്ങുകൾ വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ. പങ്കെടുക്കാൻ UDF. പതിനെട്ടാം ലോക്സഭാ സമ്മേളനം നാളെ മുതൽ. പ്രോട്ടേം സ്പീക്കർ സഹായിക്കാനുള്ള സമിതിയിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയേക്കും. MPമാരുടെ സത്യപ്രതിജ്ഞ നാളെയും മറ്റന്നാളും. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിൽ പ്രതിസന്ധിയിലായി സഭ. സിനഡ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം പേരും. പതിയിരുന്ന് സെവേറിയസ് മെത്രാച്ചനും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഗുണ്ടകളും ചേർന്ന് അവൻ അന്ത്യോക്യ വിശ്വാസിയാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ റിജോയെ പതിയിരുന്ന് അവർ കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നു. കുറിച്ചി ജ്ഞാനായ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. ലൈംഗിക പീഡന കേസിൽ സൂരജ് രേവണ്ണ അറസ്റ്റിൽ. പരാതി നൽകിയത് 27-കാരനായ പാർട്ടി പ്രവർത്തകൻ. സൂരജിന്റെ അറസ്റ്റ് സഹോദരൻ പ്രജ്വൽ രേവണ്ണ കുരുക്കിലായതിനു പിന്നാലെ. പകൽ വാർത്തയിലേക്ക് വിശദമായി. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ മാടവനയിൽ ബസ് മറിഞ്ഞ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച ബസ് ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബസ് ഡ്രൈവർ കസ്റ്റഡിയിലാണ്. ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല. പെട്ടെന്ന് ചാടി എണീറ്റ്. പിന്നെ ബാക്കി സ്ത്രീകളെല്ലാം പുരുഷന്മാരെയൊക്കെ നമ്മള് ഒരു 9:45 ആ ടൈമിലായിരുന്നു. ട്രെയിൻ വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത്. ടൈം കാരണം കുറച്ച് അധികം നേരം പുള്ളി അവിടെ കിടന്ന്. കാരണം ട്രെയിൻ ഓടി വരണമല്ല. ട്രെയിൻ വന്നു കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ചു നേരം അവിടെ കിടന്നത്. 1 മണിക്കൂറോളം കിടന്നെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ആദ്യം കൈയൊക്കെ ഒന്ന് അനക്കായിരുന്നു. അതിന്റെ അടിയിൽ കിടന്ന് നമ്മൾ നോക്കുമ്പോ. പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റേണ്ടത് ആ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ ഈ NH ചെയ്യേണ്ടത് ഈ റോഡ് ഈ ടാർ മാറ്റിയിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം. അത് കാരണം ഇവര് ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ.
അതിനുവേണ്ടിയല്ലേ ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാണ്, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു KSRTC ഇടിച്ചിട്ട് ഇതേപോലെ ആരും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു വെട്ടം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും. ഇത് അതുപോലെ ഇപ്പൊ തെക്കോട്ട് പോകുന്ന വണ്ടിയാണ്, വടക്കോട്ട് പോകുന്ന വണ്ടികളാണെങ്കിലും സിഗ്നല് നോക്കാറില്ല ഇവര്. സിഗ്നല് റെഡാണേലും അടിച്ച് കത്തിച്ചങ്ങോട്ട് പോകണേ. ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മീഡിയം സ്പീഡ് ഉണ്ട്. ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ഞെട്ടിക്കുന്ന ഒരു അപകടമായിരുന്നു. അതിൽ ഒരു മരണം, 14 പേർക്ക് പരിക്ക്. ഈ അപകടം നടന്നത് എങ്ങനെയാണ് എന്നാണ് ആ ദൃക്സാക്ഷികൾ പറയുന്നത്? എൽദോ, അതിലേറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി പാൽപാണ്ടിയാണ് അറസ്റ്റിലായത്. നേരത്തെ അപകടം നടന്ന സമയത്ത് ഇദ്ദേഹം ആശുപത്രിയിൽ പരിക്കേറ്റവരുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കരുതിയിരുന്നത്. എന്നാൽ അദ്ദേഹം ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി പാൽപാണ്ടിയാണ്. ഈ കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് ഓൾറെഡി ബസ് റണ്ണിംഗ് ടൈം താമസിച്ച് തന്നെയായിരുന്നു എത്തിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അമിത വേഗത്തിൽ തന്നെ ആയിരിക്കാമെന്നാണ് അപകടത്തിന്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ, വീഴ്ചയുടെ സാധ്യതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാവുക. ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഏത് തരത്തിൽ അപകടം സംഭവിച്ചു, ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടാണോ, ഡ്രൈവറുടെ അശ്രദ്ധയാണോ, അല്ലെങ്കിൽ ടയറിനോ മറ്റെന്തെങ്കിലും സാങ്കേതികമായ പിഴവുകളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധനയ്ക്ക് ശേഷമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണമെന്ന് MVD നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AR രാജേഷ് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും പ്രാഥമിക അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വിശദമായ ഒരു റിപ്പോർട്ട് നൽകാനാകൂ. വിശദമായ തരത്തിലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ നടക്കും എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടത് പകൽ സമയത്ത് തന്നെയാണ്. ഏതാണ്ട് 9 മണിയോടുള്ള സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. 9 മണി കഴിഞ്ഞ ഒരു സമയത്ത് തന്നെയാണ് അപകടം ഉണ്ടാകുന്നത്. കാരണം റെഡ് സിഗ്നൽ ആയിരുന്നു ഈ പറയുന്ന സ്ഥലത്ത്. പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സിഗ്നൽ ഉള്ളത്. പനങ്ങാട് തന്നെയാണ്. ആ സിഗ്നലിൽ, റെഡ് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്കുകാരനാണ് ഈ അപകടത്തിൽ ദാരുണമായി മരിച്ചത്. ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് അപകടത്തിൽ മരിച്ചത്. ബസ് നേരെ വന്ന് റെഡ് സിഗ്നൽ കണ്ടപ്പോൾ ചവിട്ടി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ചവിട്ടിന്റെ ആഘാതത്തിൽ ടയർ തന്നെ ബസ് തിരിഞ്ഞു പോവുകയും നേരെ ബാക്ക് വശമാണ് ഈ ഫ്രണ്ടിൽ നിന്ന് ജിജോയുടെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 20-25 മിനിറ്റോളം അദ്ദേഹം ആ വാഹനത്തിനടിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ടൺ കണക്കിന് ഭാരമുള്ള ഒരു വാഹനം ശരീരത്തിൽപ്പെട്ടാൽ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ആദ്യഘട്ടത്തിലൊക്കെ ചലനമുണ്ടായിരുന്നു. പിന്നീട് 20 മിനിറ്റോളം എടുത്തിട്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും നമുക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഏത് തരത്തിലാണ് അപകടമുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അപകടത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ച ആൾ ഈ ബസിന്റെ യാത്രയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. എന്തായാലും ഈ ബസ് അപകടത്തിൽപ്പെട്ട രീതി അനുസരിച്ചും അതല്ലെങ്കിൽ ആ ബസ്സിന് പറ്റിയിരിക്കുന്ന കേടുപാടുകൾ നോക്കിയാലും അതിദാരുണമായ ഒരു അപകടവും അത്രയേറെ കലാമിറ്റിയും ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ഒരാളുടെ മരണത്തിൽ അത് എന്ന് ഈ ഒരാൾ മരിച്ചത് അങ്ങേയറ്റം ദുഃഖകരമാണ്. അങ്ങേയറ്റം ദാരുണമായ അവസ്ഥയിലാണ് അദ്ദേഹം മരിച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരാളുടെ മരണത്തിൽ അത് ചുരുങ്ങിയല്ലോ എന്ന് ആശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ അപകട നില കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം അത്ര വലിയൊരു അപകടമായിരുന്നു. അത്രയേറെ ദുരന്തങ്ങൾ ഉണ്ടാകാവുന്ന, അത്രയേറെ ആളുകൾക്ക് അത്രയേറെ മരണം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും 12 പേര് അത്ര ഗുരുതരമല്ലാത്ത പരിക്കുകളോടെയാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. അതൊക്കെ ബസ് യാത്രികരാണ്. 32 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. 3 സീറ്റ് മാത്രമാണ് ഒഴിഞ്ഞു കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? എന്തായാലും അപകടമുണ്ടായത് ബസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം കൊണ്ട് തന്നെയാണ് എന്ന് വ്യക്തമാണ്. പക്ഷെ അത് ഏത് സാഹചര്യത്തിലുണ്ടായി, എങ്ങനെയാണ് അപകടത്തിലേക്ക് നയിച്ചത്, അപകടത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്താണ്? ഈ പറയുന്നതല്ല, ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ടയറിന് പ്രശ്നങ്ങളുണ്ടോ, അതല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, അതോ അമിത വേഗമാണോ കാരണം? ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്.
അത് കഴിഞ്ഞ ശേഷം മാത്രമേ അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത്തരം റിപ്പോർട്ടുകൾ, പ്രാഥമിക റിപ്പോർട്ടുകൾ ഒന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും 12 പേരോളം ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അവസ്ഥയിൽ പോലും, അതായത് ഇത്രയും വലിയ ഒരു നിമിഷം ഡാനി, ഈ പാക്തി സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ? എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമല്ലേ? എത്ര പേരാണ് ഇപ്പോൾ ലേക്ക് ഷോറിലുള്ളത്? ഡാനിയുടെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നം. ആജ്ഞ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവിടെ നേരത്തെ ഈ പരാതി പറയുന്നുണ്ടായിരുന്നു ആ പ്രദേശവാസികൾ ഈ ടാറിംഗ് സംബന്ധിച്ച്. അവിടെ സ്ലിപ്പറിയാണ് ടാറിംഗ്, അതിൽ റീടാറിംഗ് നടത്തി വേണം. ഇത്തരത്തിൽ അപകടങ്ങൾ അവിടെ പതിവായി സംഭവിക്കുന്നു എന്നുള്ള സൂചനയാണോ അവർ നൽകുന്നത്? അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടോ സിഗ്നലിൽ ഇതിനു മുമ്പ്? മുൻപും അവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട് എൽദോ. അത്തരം ഒരു പ്രതികരണം നമ്മൾ വെച്ചപ്പോഴും നമ്മളോട് നാട്ടുകാർ പ്രതികരിക്കുകയുണ്ടായി. ദൃക്സാക്ഷികൾ തന്നെ പറഞ്ഞത് ബസിന്റെ ടയർ തെന്നിയാണ് ഇത് റൊട്ടേറ്റ് ചെയ്തു പോയത്, അതിനുശേഷമാണ് അത് മറിഞ്ഞത്. എന്തായാലും സ്ലിപ്പറി ഉള്ള ഒരു ഭാഗം തന്നെയാണ്, കൂടുതൽ സ്മൂത്തായി ഇരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ നമ്മൾ നോക്കിയ അയാള് മദ്യപിച്ചിട്ടുണ്ടോ എന്താണെന്നറിയണല്ലോ. എഫക്ട് പോയതിനു ശേഷം ബ്ലഡ് എടുത്ത് G4 കളരെ സംരക്ഷിക്കാനാണോ ഇവർ നോക്കുന്നത് പോലീസുകാര്? ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു അവരുടെ ഉത്തരവാദിത്തം, ഇവര് പറയുന്നത് ഇവരുടെ ഉത്തരവാദിത്തം. ആര് ഇത് ചെയ്യേണ്ടത്? അപകടത്തിന് ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്തില്ല എന്നുള്ളത്? ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞങ്ങള് ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങൾ അറിയണത്, ന്യൂസ് വെച്ചതുകൊണ്ട്. ഇതിപ്പോൾ മനസ്സിലാവുന്നത് ജിജോയുടെ മരണമടഞ്ഞ ജിജോയുടെ ബന്ധുക്കളുടെ ഒരു പ്രതികരണമാണ്. കാരണം ഇത് സംബന്ധിച്ച്, അപകടം സംബന്ധിച്ച ഒരു കാര്യവും അതിൻ്റെ ഒരു വിവരവും തങ്ങളെ നേരിട്ട് അറിയിച്ചിരുന്നില്ല. ഇതിൽ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടി വന്നത്. തീർത്തും വേദനാജനകമായൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഈ വാർത്തകൾ നൽകുമ്പോഴെല്ലാം തന്നെയും ഇവരിലേക്ക് ഒരു അറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം അത്തരം രീതിയിലേക്ക് ഇങ്ങനെ നേരിട്ടറിയാതെ വരുന്നൊരവസ്ഥ വളരെ സങ്കടകരം തന്നെയാണ്. അവർ പറയുന്നതും അത് തന്നെയാണ്. ഇതാരും തന്നെയും അറിയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം പോലീസിൻ്റെയോ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ എൽദോ ചോദിച്ച ചോദ്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇവിടെ 14 പേരെയാണ് ഇവിടെ പ്രവേശിപ്പിച്ചിരുന്നത്. അതിൽ ഒരാളായിരുന്നു ജിജോ സെബാസ്റ്റ്യൻ മരണമടഞ്ഞു. മറ്റ് 13 പേർ ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ ഉണ്ട്. ഇവരെ ആരെയും തന്നെ ഒരു പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മാവേലിക്കര സ്വദേശിയായ ചന്ദ്രൻ പിള്ള 60 വയസ്സ്, ഭാര്യ ശോഭ 52 വയസ്സ്, മകൾ ആതിര 26 വയസ്സ്, അങ്ങനെ ഒരു കുടുംബത്തിലെ 3 പേരടക്കം ഇവിടെ ചികിത്സയിൽ ഉണ്ട്. ഇവരെ ആരെയും തന്നെ, ഇവിടെ ചികിത്സയിലുള്ള 13 പേരുണ്ട്. 13 പേരിൽ ആരെയും തന്നെ പരിക്കുകളോ അല്ലെങ്കിൽ അവരുടെ ഒരു ആരോഗ്യസ്ഥിതി ഒന്നും തന്നെ ഗുരുതരമല്ല എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ ഡ്രൈവർ പാൽപ്പാണ്ടി തെങ്കാശി സ്വദേശിയാണ്. പാൽപ്പാണ്ടി ഇവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചിരുന്നു. അയാളും ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവരെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പോലീസും അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ ചികിത്സയിൽ കഴിയുന്ന ഈ ബസ്സിൽ യാത്രക്കാരായിരുന്ന ആരുടെയും സ്ഥിതി ഗുരുതരം അല്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം മറ്റൊന്ന്, ജിജോ സെബാസ്റ്റ്യൻ കൊച്ചിയിലൊരു വസ്ത്രവ്യാപാരശാലയിലെ ജീവനക്കാരനായിരുന്നു, ഒരു അക്കൗണ്ടൻ്റായിരുന്നു അദ്ദേഹം. ഭാര്യയും 1.5 വയസ്സുള്ള മകളുമാണ് ജിജോയ്ക്കുള്ളത്. ഇവർ കളമശ്ശേരിക്കടുത്ത വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇവരുടെ കഴിഞ്ഞ ദിവസം ഭാര്യയും കുഞ്ഞും മടവനയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഞായറാഴ്ച അവധി ദിനമായതുകൊണ്ട് അവരെ സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു ജിജോ അവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ട്രാഫിക് സിഗ്നലിൽ ഊഴം കാത്ത് കിടക്കുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. ബസ് മേളിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നത്. തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ജിജോ ബസ്സിനടിയിൽ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചിരുന്നില്ല. അത് വളരെ വൈകിയിരുന്നു.
ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിലും പരിക്ക് അതീവ ഗുരുതരമായിരുന്നു. ജീവൻ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ ആശുപത്രിയിൽ പോലീസ് അടക്കം ഇവിടെ എത്തുന്നുണ്ട്. മറ്റ് പ്രൊസീജിയേഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയിക്കുന്നത് ആരുടെയും ആരോഗ്യസ്ഥിതി ഗുരുതരം അല്ല എന്ന് തന്നെയാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എൽദോ. ഓക്കെ, ഡാനി പോളും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. കല്ലട ബസ്, ആ ദൃശ്യങ്ങളിൽ കാണുന്ന കല്ലട ബസ്സാണ്. മാടവന സിഗ്നലിൽ അവിടെ വട്ടം മറിഞ്ഞ ഒരു ബൈക്ക് യാത്രികൻ്റെ ദേഹത്തേക്ക് വീഴുകയും ജിജോ സെബാസ്റ്റ്യൻ വാഗമൺ സ്വദേശിയാണ്. ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചു. 13 പേരാണ് പരിക്കേറ്റപ്പോൾ ലേക്ക് ഷോറിലുള്ളത്. ഈ 13 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഗുരുതരമായിട്ടുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ആശുപത്രി നൽകുന്ന വിവരവും സൂചനയും. മറ്റു വാർത്തയിലേക്ക് പോയാൽ, തെറ്റുതിരുത്തലിന് തയ്യാറെങ്കിലും നേതൃമാറ്റമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തുടർ ഭരണത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ നെടുംതൂണായി നിന്നത് പിണറായി വിജയനാണ്. നേതൃമാറ്റം പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ ഇല്ല എന്നും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു. MG മിഥുന്റെ റിപ്പോർട്ടിലേക്ക്. നേതൃമാറ്റം സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തെ തുടർഭരണത്തിലേക്ക് നയിക്കാൻ നെടുംതൂണായി നിന്നിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തെ മാറ്റി മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. അത്തരത്തിലൊരു ചർച്ച സർക്കാരിന്റെ മുന്നിലുമില്ല, CPMന്റെ മുന്നിലുമില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കൂടാതെ തിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതായത് പാർട്ടിയുടെ താഴെത്തട്ടിലെ ചില വോട്ടുകൾ ചിതറിപ്പോവുകയും ചെയ്തു. അത് ലഭ്യമാക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിലും ജനങ്ങൾ തങ്ങളോടൊപ്പം നിന്നു, അല്ലെങ്കിൽ 33% വോട്ടുകൾ എങ്ങനെ ലഭ്യമായി എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കാരണം താഴെത്തട്ടിലെ സംഘടനാ തലത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. മുൻകാലങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയാണ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇത്തവണയും ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച അത് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ പല വിവാദ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച അത് വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിലും ഒപ്പം തന്നെ ജനങ്ങൾക്കിടയിലും വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകും. ഗൌരവപൂർവ്വമാണ് ആ വിഷയത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാൻ വേണ്ടി പരിശോധനകൾ നടത്തും. അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ നടപടിയെടുത്ത് തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു കാര്യങ്ങൾ, അതായത് ഈ പ്രശ്നങ്ങൾക്കിടയിൽ പോലും തന്നെ ജനങ്ങൾ തങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. നവകേരള സദസ്സ് വലിയ വിജയമായിട്ടുണ്ട്. മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഇത്രയും ശതമാനം വോട്ട് എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല, തിരുത്തേണ്ട കാര്യങ്ങൾ ചിലതുണ്ട്. അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. നേതൃമാറ്റം അടക്കമുള്ള സാഹചര്യത്തിലേക്ക് ഒരു കാരണവശാലും എത്തേണ്ടതില്ല. അത്തരത്തിലൊരു ചർച്ചകൾ കൂടി ഈ ഒരു പാർട്ടിക്കിടയിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നിലോ ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് വിഷയങ്ങൾ, അതായത് ന്യൂനപക്ഷ പീഡനം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത് BJP ആണ്. ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്, CPMനെ സംബന്ധിച്ചുള്ളത്. അതുമായി കാലാകാലങ്ങളിലായി അതേ രീതിയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഇടപെടലുണ്ടാകും, കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുണ്ടാകും. ഈഴവ സമുദായം അത് പാർട്ടിയിൽ നിന്ന് അകന്നു പോയതായി കാണുന്നുണ്ട്. അത് ആ വോട്ടുകൾ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി താഴെത്തട്ടിൽ കൃത്യമായ സംഘടനാ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം ലീഗിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം, തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള വിമർശനത്തെ തുടർന്ന് PMA സലാം, പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ മുഖ്യമന്ത്രിക്കെതിരാണ്. ആ നിരാശ തീർക്കാനാണ് ലീഗിനെതിരെ തിരിയുന്നത്. ലീഗിന് മുഖമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം മുഖം എങ്ങനെയെന്ന് നോക്കണമെന്നും PMA സലാം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല, അതിനുശേഷം നടന്ന പാർട്ടിയുടെ കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ വന്ന വിമർശനം മുഖ്യമന്ത്രിയുടെ ശൈലിക്കും ഭരണത്തിന്റെ നെറുകേടുകൾക്കുമെതിരെയായിരുന്നു. പരാജയപ്പെടാനുള്ള കാരണം മുഖ്യമന്ത്രിയാണ് എന്നുള്ളിടത്തേക്ക് പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ എത്തിയിട്ടുണ്ട്. യോഗങ്ങളിലൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയായി ഉണ്ടായത് പാർട്ടിക്കകത്തു നിന്ന്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർക്കണമല്ലോ. അതിന് അദ്ദേഹം കണ്ടത് ലീഗിനെയാണ്. ഞങ്ങളുടെ മുഖത്തിന്റെ കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്തും സംസ്ഥാനത്തും പൊതുസമൂഹത്തിലും മുഖ്യമന്ത്രിയുടെ മുഖത്തിന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് പുനർചിന്തനം ചെയ്യുന്നത് നല്ലതാണ്.
+1 സീറ്റ് വിഷയത്തിൽ മുൻ നിലപാട് മാറ്റി വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായി. വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി മറ്റന്നാൾ ചർച്ച നടത്തും. MSFന് പിന്നാലെ SFIയും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചത്. മലബാറിൽ +1 സീറ്റിൽ പ്രതിസന്ധി ഇല്ല എന്ന നിലപാടിൽ നിന്നാണ് ഒറ്റ ദിവസം കൊണ്ട് മന്ത്രി മലക്കം പറഞ്ഞത്. +1 വിഷയത്തിൽ മലപ്പുറത്ത് പറയുന്നത്ര പ്രതിസന്ധിയില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ SFI കൂടി രംഗത്തെത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പ്രകാരം ജില്ലയിൽ 21,550 സീറ്റുകൾ ഒഴിവുണ്ടെന്നും പ്രവേശനം നേടാനുള്ളവരുടെ എണ്ണം 14,037 മാത്രമാണെന്നുമാണ് മന്ത്രിയുടെ കണക്ക്. പക്ഷേ എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് MSF സ്വീകരിച്ചിരിക്കുന്നത്. MSFന്റെ സമരം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് SFI കൂടി ഈ സമരരംഗത്തേക്ക് വരുന്നത് എന്നാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നാളെ മലപ്പുറത്ത് കളക്ടറേറ്റിലേക്കാണ് SFI മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബാച്ച് കൂടുതൽ അനുവദിക്കണം എന്ന ആവശ്യമാണ് SFI ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് SFIയുടെ ഈ ഒരു നിലപാട് തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ പ്രസ്താവനയെ ചോദ്യം ചെയ്യുന്നതാണ്. അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് SFIക്കുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സമര പ്രഖ്യാപനം. എന്നാണെങ്കിലും അതേസമയം തന്നെ ഈ ഒരു വിഷയം പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ പുരോഗമിക്കുന്നുവെന്ന വിശദീകരണമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ച് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് ഈ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ട നടപടിയെടുക്കുമെന്ന ഉറപ്പ് വാഗ്ദാനം മന്ത്രിയുടെ ഓഫീസ് ആവർത്തിക്കുന്നുണ്ട്. അതേ സമയത്താണ് ഇപ്പോൾ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ +1 സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. അതേസമയം MSF ഈ SFIയുടെ ഈ നിലപാടിനെ കണ്ണിൽ പൊടിയിടലായിട്ടാണ് പരിഹസിക്കുന്നത്. ഇത്രയും കാലം ഈ പ്രശ്നമുണ്ടായപ്പോഴൊന്നും ഇടപെടാതെ ഇപ്പോൾ ഇതിന്റെ പാരമ്യത്തിലെത്തുമ്പോഴാണ് SFI ഇടപെടുന്നത് എന്നൊരു പരിഹാസമാണ്, ആക്ഷേപമാണ് MSFന്റെ ഭാഗത്തുമുള്ളത്. MSF ഈ ഒരു സമരത്തിൽ തുടർന്നു വരുന്ന നടപടികൾ ഇനിയും കൊണ്ടുപോകും, സമരവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ നാളെ MSFന്റെയും SFIയുടെയും സമരം മലപ്പുറത്തുണ്ടാകും. അതേസമയം ഇത് പരിഹരിക്കാനുള്ള സർക്കാരിന്റെ നടപടികൾ എത്രമാത്രം ഫലം കാണുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അധിക ബാച്ച് അനുവദിച്ചേ തീരൂ എന്ന നിലപാടിലാണ് വിദ്യാർത്ഥി സംഘടനകൾ. സമീപ ജില്ലകളിൽ ഉള്ളവർ, മലപ്പുറത്തിന് തൊട്ടടുത്തുള്ള ജില്ലകളിൽ കൂടിയുള്ളവർ മലപ്പുറത്ത് +1 അപേക്ഷ നൽകിയിട്ടുണ്ട്. അവരെ കൂടിയൊക്കെ പരിഗണിച്ച് വേണം നിലപാടെടുക്കണം എന്ന നിലപാടാണ് MSFനുള്ളത്. സ്വാഭാവികമായിട്ടും ആ സമര കലുഷിതമാകുകയാണ് മലപ്പുറം ഈ +1 സീറ്റ് വിഷയത്തിൽ. മലപ്പുറത്തുനിന്നും അഖിലോട് പറയപ്പം CV അനുമോദ്, ന്യൂസ് 18. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ MSFന്റെ പ്രക്ഷോഭം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമെന്ന് PMA സലാം. നാട്ടിലെ കുട്ടികൾക്കായി പ്രക്ഷോഭം നടത്തിയ MSF നേതാക്കളെ സർക്കാർ ജയിലിലാക്കി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയായ കാര്യങ്ങളാണെങ്കിൽ എന്തിനാണ് നാളെ SFI സമരം ചെയ്യാൻ തയ്യാറെടുക്കുന്നതെന്നും PMA സലാം ചോദിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയാണെങ്കിൽ SFI എന്തിനാ സമരം നടത്തുന്നത്? ഞങ്ങളുടെ MSFന്റെ നേതാക്കന്മാർ ജയിലുകളിലാണ്. എന്തിനാ ഇവരൊക്കെ ജയിലിൽ പോയി കിടക്കുന്നത്? രാജ്യത്ത് അവരുടെ സഹോദരങ്ങൾക്ക്, അവരുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാനാണ്. അതിനെ ധാർഷ്ട്യത്തോടു കൂടി കാണിക്കുകയും കയ്യോക്കോടുകൂടി അത് നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനത്തിന് അർഹതയുണ്ട് എന്ന് സർക്കാർ സീല് കുത്തിക്കൊടുത്ത മുഴുവൻ കുട്ടികൾക്കും ആ തുടർ പഠനത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കണം. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എങ്കിൽ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ 4 പേരെ പുറത്താക്കിയതിൽ കാസർഗോഡ് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. പുറത്താക്കിയ നടപടി അനാവശ്യമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താനും ജില്ലയിലെ നേതാക്കളും തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ്. അതേസമയം പാർട്ടിയിൽ ഭിന്നത ഇല്ല എന്ന വിശദീകരണവുമായി DCC അധ്യക്ഷൻ രംഗത്തെത്തി. ഉണ്ടെങ്കിൽ ഈ ജില്ലക്കകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തെ 1,00,000 മേലെ വോട്ടിന് ഉണ്ണിത്താൻ MP ജയിക്കുമോ? അത് ചില നേതാക്കന്മാരുടെ ദിവാസ്വപ്നം മാത്രമാണ്. ജില്ലയിലെ പാർട്ടി MPയും DCC നേതൃത്വവും ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. MPക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം അതിനെ ചെറുക്കും, ഒരു തർക്കവുമില്ല. കാരണം അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജില്ലയിലെ UDF നേതൃത്വവും പാർട്ടി നേതൃത്വവും ഒറ്റക്കെട്ടായി അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് നിൽക്കുകയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും MP എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം
രാപ്പകലില്ലാതെ അദ്ദേഹം ഓടി നടക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് CPM-ന്റെ പല കൊത്തളങ്ങളിലും UDF അനുകൂലമായി വോട്ടുണ്ടാവുകയും അദ്ദേഹം വലിയ വോട്ടിൻ്റെ 1 ലക്ഷത്തിന് മേലെ വോട്ടിന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഈ പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിലാണല്ലോ ഈ ബാലകൃഷ്ണൻ പെരിയെ പുറത്താക്കുന്നത്, അദ്ദേഹത്തിന് നടപടിയെടുക്കുന്നത്. അപ്പോൾ ഈ ജില്ലാ നേതൃത്വം ഏത് സാഹചര്യത്തിലാണ് ആ നടപടിയെ എതിർക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും? എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശം? ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം കൂടി എന്തായിരിക്കും? ഉൾപ്പെടെ 4 പേരെ പുറത്താക്കിയതോടുകൂടിയാണ്, ഈ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ പുറത്താക്കിയതോടുകൂടിയാണ് വലിയ തോതിലുള്ള വിഭാഗീയത ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിയ ടൗണിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. ബാലകൃഷ്ണൻ പെരിയയെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു ഈ പ്രകടനം. ഇന്ന് വൈകിട്ടും ഈ ഉദുമ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനാണ് ഈ വിഭാഗത്തിന്റെ ഏതായാലും നീക്കം. ഏതായാലും DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ ജില്ലയിൽ വലിയ തോതിലുള്ള വിഭാഗീയത ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നുണ്ടെന്ന് വേണം പറയാൻ. ഈ നടപടി കടുത്ത നടപടിയായി പോയി എന്നാണ് ഘടകകക്ഷികൾ, UDF-ന്റെ ഘടകകക്ഷികൾ പോലും പറയുന്നത്. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളായിരുന്നു ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയ ഒരു നടപടി ഇവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. നടപടി ഏകപക്ഷമെന്നാണ് ബാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നത്. എന്തായാലും ബാലകൃഷ്ണന്റെ നീക്കങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ബാലകൃഷ്ണൻ ഏത് രീതിയിലാണ് ഈ പാർട്ടിയിൽ തന്നെ നിൽക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചതെങ്കിലും ബാലകൃഷ്ണൻ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അത് മാത്രമല്ല, ബാലകൃഷ്ണനെ പിന്തുണയ്ക്കുന്ന, ഈ ബാലകൃഷ്ണൻ, രാജൻ പെരിയ തുടങ്ങിയവരെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ ഈ ഉദുമ മണ്ഡലത്തിൽ തന്നെയുണ്ട്. ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഉണ്ണിത്താന് വേണ്ടി പ്രസംഗം നടത്തിയ ഒരാളാണ്. അത്തരത്തിലൊരാളെയാണ് ഈ പുറത്താക്കിയിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തോടു കൂടി വലിയ വിഭാഗീയത വരും ദിവസങ്ങളിലും വരുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നതും. എൽദോ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, നീറ്റ് PG പരീക്ഷയും റദ്ദാക്കിയതോടെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാണ്. പ്രതിപക്ഷ വിമർശനത്തിന് പുറമെ പരീക്ഷ മാറ്റിവെച്ചതിന്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് ABVP രംഗത്തെത്തി. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ഗ്രേസ് മാർക്ക് റദ്ദാക്കപ്പെട്ട 1563 വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷ ഉച്ചയ്ക്ക് ശേഷം നടക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഇതിനിടെ 2 പേരെയും UP-യിൽ നിന്ന് ഒരാളെയും അറസ്റ്റ് ചെയ്തു. ആദ്യം നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, പിന്നെ UGC നെറ്റ് പരീക്ഷയും CSIR നെറ്റ് പരീക്ഷയും, ഏറ്റവും ഒടുവിൽ നീറ്റ് PG പരീക്ഷ. 2 ആഴ്ചയ്ക്കിടെ 4ാമത്തെ പരീക്ഷയാണ് മാറ്റിവെച്ചത്. ഇന്നലെ രാത്രി 10 മണിക്കാണ് നീറ്റ് PG പരീക്ഷ മാറ്റിവെക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പരീക്ഷയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാനും വിദ്യാർത്ഥികളുടെ താൽപ്പര്യം മുൻനിർത്തിയുമാണ് തീരുമാനമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പരീക്ഷ മാറ്റിവെച്ച തീരുമാനം ഏറെ വൈകി വന്നത് നിരവധി വിദ്യാർത്ഥികളെ വലച്ചു. തീരുമാനം വരുമ്പോഴേക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുന്ന പരീക്ഷയ്ക്കായി യാത്ര തിരിച്ചിരുന്നു. പരീക്ഷാർത്ഥികളും ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷനും നടപടിക്കെതിരെ രംഗത്ത് വന്നു. പരീക്ഷ മാറ്റിവെച്ചതിന്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്ന ആവശ്യവുമായി ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ ABVP രംഗത്ത് വന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവർത്തിച്ച SFI വിദ്യാർത്ഥികൾക്ക് കേന്ദ്രം നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. पूरी दिन रात जग कर हमने ये अचीव किया है और ये अचीव करने के लिए हमने हमारे सारे सेलिब्रेशन, बर्थडे, सब कुछ हमने दाव पे लगाया था और ये मेहनत करके आए हैं. तो जिन्होंने चीटिंग की है उनको ही दिलवाओ. हम रीनीट नहीं होनी चाहिए, रीनीट फिर से नहीं होनी चाहिए. अगर फिर से हुई तो हम इससे भी ज्यादा एग्रेसिवली हम फिर से स्ट्राइक पे जाएंगे. हमारी मांग यही है कि रीनीट नहीं होनी चाहिए. I have scored 682 in NEET. Only the students who have scored below 600 are wanting for reneet. But what about the students who have scored 600 above? They have scored by doing dedication. So much of hard work. It won't be possible to score good after a gap of 1.5 months if there is a reneet. It's like playing with our futures. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് 2 പേരെയും UP-യിൽ നിന്ന് ഒരാളെയും അറസ്റ്റ് ചെയ്തു. സഞ്ജയ് തുക്കാറാം ജാദവ്, ജലീൽ ഉമർ ഖാൻ, രവി അത്രി എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ തട്ടിപ്പ് കേസിൽ അന്വേഷണം
കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അതിനിടെ നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നതായി ബീഹാർ സർക്കാരിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി. CBI അന്വേഷണത്തിന് പിന്നാലെ EDയും പരീക്ഷാ ക്രമക്കേട് അന്വേഷിച്ചേക്കും. വിവാദങ്ങൾ തിരിച്ചടിയായതോടെ NTA മേധാവിയെ നീക്കിയെങ്കിലും 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തൃശൂരിൽ റോഡിലെ കുഴി ഒഴിവാക്കാൻ വളഞ്ഞ വഴി ഉപയോഗിച്ച് മുഖ്യമന്ത്രി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി വടക്കാഞ്ചേരി വഴിയായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര. 24 കിലോമീറ്റർ ദൂരത്തിന് പകരം 40 കിലോമീറ്ററാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ രൂപപ്പെട്ട വലിയ കുഴികളും ഗതാഗത കുരുക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വടക്കാഞ്ചേരി വഴിയുള്ള തൃശൂരിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, മുഖ്യമന്ത്രിക്ക് വളരെ വേഗത്തിൽ എസ്കോർട്ട് സഹിതം ഗതാഗത കുരുക്കൊക്കെ ഒഴിവാക്കി പോകാം. അപ്പോൾ കുഴിയൊക്കെ ഒഴിവാക്കി ഇത്രമാത്രം കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് കേരളത്തിലെ റോഡുകളൊക്കെ അത്രമാത്രം സഞ്ചാരയോഗ്യമല്ല എന്നുള്ള കാര്യത്തിൽ. ഈ വിവരങ്ങൾ എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വന്നത്? ഇത് വലിയ വിമർശനം ഉയർത്തുന്നില്ലേ? എൽദോ, അത് നിലവിലെ റോഡുകളുടെ ഒരു സ്ഥിതി സംബന്ധിച്ച് വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് എസ്കോർട്ടും കാര്യങ്ങളുമായിട്ട് വളരെ വേഗത്തിൽ പോകും. പക്ഷേ എത്ര എസ്കോർട്ട് ഉണ്ടെങ്കിൽ ഈ ഗട്ടറുകൾ നിറഞ്ഞ വഴിയിൽ ഒരു കാര്യവും നടക്കില്ല. അത് അനുഭവിച്ചേ മതിയാവും. അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ വഴി ഒഴിവാക്കുന്നത്. അതായത് ചൂണ്ടൽ കുറ്റിപ്പുറം പാതയിലെ കുഴികളെക്കുറിച്ച് വലിയ രീതിയിൽ പരാതികൾ ഉയർന്നതാണ്. നിരവധിയായ അപകടങ്ങൾ അവിടെ ഉണ്ടാകുന്നു, മണിക്കൂറുകൾ അവിടെ നഷ്ടമാവുന്നു. സാധാരണക്കാർക്ക് അതുവഴി കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ ഉൾപ്പെടെ മറ്റു വാഹനങ്ങൾ ഇതെല്ലാം അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാകുന്നത് നിരവധിയായ തവണ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ അതൊന്നും നടപടിയാവുന്നില്ല. അതിനിടെയാണ് മുഖ്യമന്ത്രി ഈ വഴി തിരിച്ച മറ്റൊരു വഴിയിലൂടെ പോകുന്നത്. 24 കിലോമീറ്റർ ഉണ്ടായിരുന്ന ആ ദൂരം മുഖ്യമന്ത്രി ഇങ്ങനെ വളഞ്ഞു ചുറ്റി പോകുന്നത് 40 കിലോമീറ്ററായി ഉയർന്നത്. ഏതാണ്ട് 16 കിലോമീറ്റർ കൂടുതൽ ഓടി അദ്ദേഹം സ്ഥലത്തെത്തുന്നു. തൃശ്ശൂർ രാമനിലയത്തിൽ അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒഴിവാക്കി പോകുമ്പോൾ അത് എത്ര കണ്ട് ആശ്വാസ്യമാണെന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. സാധാരണക്കാരൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഇത്തരം വലിയ സൗകര്യങ്ങളില്ല, ഈ വഴിയിലൂടെ തന്നെ മാത്രമേ പോകേണ്ടതുള്ളൂ. ഇതെന്ന് നന്നാക്കുമെന്നതാണ് വലിയ ചോദ്യമാകുന്നത്. ഇത് നിലവിൽ കുന്നുംകുളത്തെയും വടക്കാഞ്ചേരിയും തൃശ്ശൂരിലെയും എല്ലാം തന്നെ മണ്ഡലങ്ങളിൽ ഉള്ളതാണ് ഈ റോഡ് കടന്നു പോകുന്നത്. വലിയ വിമർശനങ്ങൾ പല തവണ കേട്ടിട്ടുണ്ട്. ഇതിൽ റോഡ് നന്നാക്കാൻ ടെൻഡർ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഒരു ദിശാമാറ്റത്തോടെ ഇപ്പോൾ മറ്റു വഴിയിൽ തേടി അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തി. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ ഒരു സ്ഥിതിയും ചർച്ചയാകപ്പെടും എന്ന് തന്നെയാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അതുകൊണ്ട് സമീപ ഭാവിയിൽ ഈ ഒരുപക്ഷെ മഴ അതൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞേക്കാം. ഇത് വലിയ ഗുരുതര സ്വഭാവമുള്ള ഗട്ടറുകളും എല്ലാം തന്നെയുള്ളതാണ്. അപകടങ്ങൾ പതിവാകുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദിശാമാറ്റം തങ്ങളെ തുണയ്ക്കുമോ എന്ന ഒരു പ്രതീക്ഷയിലാണ് ആളുകൾ കാത്തിരിക്കുന്നത്. എൽദോ, ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും 24 കിലോമീറ്ററിന് പകരം 40 കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ് മുഖ്യമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തിയത്. OR കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. മാനന്തവാടി MLA ആണ് OR കേളു. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. VV വിനോദ് നൽകും വിവരങ്ങൾ. വിനോദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച് പ്രതിപക്ഷം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. ഇതോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 4:30 രാജ്ഭവനിലാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിച്ഛായയാണ്. ഗോത്രവിഭാഗത്തിൽ നിന്ന് ഒരു അംഗം മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. PK ജയലക്ഷ്മി നേരത്തെ മാനന്തവാടി MLA എന്ന നിലയിലേക്ക് സഭയിലെത്തുകയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കേളുവും മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ഒരു സസ്പെൻസ് ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞ ആ സ്ഥാനത്തേക്ക് കേളുവിനെ കൊണ്ടുവരികയാണ്. അങ്ങനെ മറ്റൊരു പേര് കൂടുതൽ ചർച്ചയിലേക്ക് പോകാതെ അങ്ങനെയുള്ള വിവാദങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒഴിവാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പുതിയ അംഗത്തെ കൊണ്ടുവരാനുള്ള CPMൻ്റെ നീക്കം. പക്ഷേ അപ്പോഴും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. രാധാകൃഷ്ണൻ്റെ വകുപ്പുകൾ, പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പ് എന്തുകൊണ്ട് കൊടുത്തില്ല, ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ഒരാൾക്ക് അത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇന്നലെ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിന് കേളു മറുപടി നൽകുന്നത് ഇത്തരത്തിൽ തനിക്ക് ദേവസ്വം ബോർഡും
മന്ത്രിസ്ഥാനം തന്നില്ല എന്ന തരത്തിൽ ചർച്ച നടത്തുന്നവർ വർഗീയ വിഷം കുത്തിവെക്കുകയാണ്. തനിക്ക് അതിൽ ഒരു പരിഭവമില്ല. പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങൾ അത് കൃത്യമായി അതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഇതുവരെ നിറവേറ്റിയിട്ടുണ്ട്. പരിചയസമ്പന്നനാണ്. രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുൻപും അദ്ദേഹം ആ തരത്തിൽ സ്പീക്കറായോ മന്ത്രിയായോ ഒക്കെയും പ്രവർത്തന പരിചയമുള്ള ആളാണ്. താൻ പുതുമുഖമാണ്. അതേസമയം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സവർണ ചിന്ത പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല. അത് സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഉദ്ധരിച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ തൻ്റെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഉണ്ടാക്കുന്ന വിവാദങ്ങൾ അത് വർഗീയത നിറയ്ക്കുന്നതിന് വേണ്ടിയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കും. സമീപകാലത്തായി നമുക്കറിയാം സർക്കാരിൻ്റെ പരിപാടികളിലൊന്നും സഹകരിക്കാതെ പ്രതിപക്ഷം മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുക്കുമെന്ന വിവരം ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രതിപക്ഷം പങ്കെടുക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റു വാർത്തകളിലേക്ക് പോയാൽ, തനിക്ക് ദേവസ്വം മന്ത്രിസ്ഥാനം നൽകിയില്ലെന്ന് പരാതി പറയുന്നവർ സമൂഹത്തിൽ വിഷം കലർത്തുന്നവരാണ് എന്ന് നിയുക്ത മന്ത്രി OR കേളു. എന്നാൽ വരേണ്യ ചിന്ത കൊണ്ട് നടക്കുന്നവർ ഇപ്പോഴുമുണ്ട്. വന്യജീവി ശല്യം കുറയ്ക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും OR കേളു ന്യൂസ് 18 പറഞ്ഞു. മന്ത്രി ആകാൻ വേണ്ടി പോകുന്നു, മനസ്സിലൊരു ആശങ്കയുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ആശങ്ക എന്ന് പറയുന്നപ്പോൾ രണ്ട് വർഷമാണ് നമ്മൾ ചുരുങ്ങിയത് നമ്മുടെ മുമ്പിലുള്ളൊരു സമയം എന്ന് പറയുന്നത്. ആ 2 വർഷം കൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്കൊത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാവനയ്ക്കൊത്ത് ചെയ്യാനുള്ള സമയമില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ എന്നാലും വയനാട്ടിൽ ഇപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വന്യമൃഗ ശല്യം. അതോടൊപ്പം തന്നെ അവിടെ രാത്രികാല നിരോധനത്തിൻ്റെ വിഷയമുണ്ട്, ചുരമില്ലാത്ത ബദൽ റോഡിൻ്റെ വിഷയമുണ്ട്, വയനാട്ടിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ജീവിത വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന വയനാടിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പൂർണ്ണത ഒരു വിഷയമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വയനാട്ടിലെ ഒരു മന്ത്രിയായി വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ എങ്ങനെ നടപ്പാക്കി കൊടുക്കും എന്നുള്ള ഒരു ആശങ്കയാണ് കാര്യമായിട്ട് മനസ്സിലുള്ളത്. വന്യമൃഗ ശല്യവും ഇപ്പോൾ വയനാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു വന്യമൃഗ ശല്യം അതിരൂക്ഷമാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ, ഭരണകർത്താക്കൾ കാണാതിരുന്നുകൂടാ. അത് കൂടുതൽ അപകടങ്ങൾ മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച 25 വർഷം കഴിഞ്ഞു. വൈൽഡ് ലൈഫ് ആക്ട് 72 നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഈ ആക്ടിലും ഈ നിയമത്തിലും നമ്മൾ അടിയന്തരമായി കൊണ്ടുവരേണ്ടി മാത്രമേ ഇതിന് ശാശ്വതമായിട്ടുള്ള മാർഗമുള്ളൂ. ഇപ്പോൾ ഒരു മന്ത്രിയോ ഒരു MLAയോ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് നിയമപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടായിട്ട് 72 വൈൽഡ് ലൈഫ് ആക്ടിൽ പുതിയ അമെൻമെന്റ് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളും എടുക്കൽ മാത്രമേ ഒരു കരണീയമായിട്ടുള്ള മാർഗമുള്ളൂ. അന്ന് ഇപ്പോൾ നിലവിലും നിയമമുണ്ടല്ലോ, സ്വന്തം വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ മുറിക്കുന്നതിന് ഒരു എതിർപ്പൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അത്തരം കാര്യങ്ങൾക്ക് ഇപ്പം നിലവിലെ നിയമമുണ്ട്. അതേസമയത്ത് വീട്ടിൽ തെക്ക് മുറിക്കുന്നതിന് മാത്രമാണ് ചില നിബന്ധനകളുള്ളത്, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇളവുകളോ ലഘൂകരണമോ അങ്ങനെ എന്തെങ്കിലും നിയുക്ത മന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത്. ന്യൂസ് 18നോട് TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഇന്നും പ്രതികരിക്കാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒന്നും പറയാനില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. സാഹിത്യ നഗര പ്രഖ്യാപന പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെതിരെ UDF. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുമായി വേദി പങ്കിടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണമെന്നാണ് ആരോപണം. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ MT ഉന്നയിച്ച വിമർശനം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചതാണ് വേദി പങ്കിടാതിരിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം.
കോഴിക്കോട് നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് കാലമേറെയായി. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് നടക്കുന്നു. സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അടക്കം പങ്കെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം പങ്കെടുക്കാത്തത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് കോർപ്പറേഷനിലെ UDF കൗൺസിലർമാർ ആരോപിക്കുന്നത്. നേരത്തെ KLF-ൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത വേദിയിൽ വെച്ച് സാഹിത്യകാരൻ MT വാസുദേവൻ നായർ സർക്കാരിനെതിരെയും അദ്ദേഹത്തെ വ്യക്തിപരമായും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരമൊരു വിമർശനം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ ചടങ്ങിൽ അദ്ദേഹം MTയോടൊപ്പം വേദി പങ്കിടാൻ തയ്യാറാവാത്തത് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശ്രീമതി ശോഭിതയുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം? കഴിഞ്ഞ ആഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു യോഗം മേയർ വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി എന്ന് പറഞ്ഞാൽ വളരെ യശസ് കോഴിക്കോടിനും കോഴിക്കോടത്തെ മുഴുവൻ പൗരാവലിക്കും നൽകുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് ഇതിൽ അമാന്തം വന്നു എന്ന് ചോദ്യത്തിന് അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ലഭ്യമാവാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഈ NGOയുടെ സമ്മേളനത്തിന് അദ്ദേഹം വരുന്നുണ്ട് 22-ാം തീയതി, അതായത് ഇന്നലെ വരുന്നുണ്ട്. അപ്പോൾ സമ്മേളന നഗരിയിൽ പരിപാടിക്ക് വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലോഗോ പ്രകാശനം നടത്താമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിപാടിയിൽ ഏറ്റവും ഭംഗിയായി നടക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളും കരുതിയത്. എന്നാൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് അറിയുന്നത്, കാരണം മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാർ, MT അടക്കമുള്ള സാഹിത്യകാരന്മാർ കോഴിക്കോടിന് സ്വന്തമായിട്ടുണ്ട്. MTയെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതായിരുന്നു. മാത്രമല്ല, ലോഗോ പ്രകാശനം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ സ്വയം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിലൂടെ മുഖ്യമന്ത്രി സ്വയം ചെറുതാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം ഒന്നുകൂടി കോഴിക്കോട് നഗരത്തിനും എല്ലാവർക്കും ബോധ്യമാവുന്ന രീതിയിൽ പുറത്തു വരികയാണ് ചെയ്തത്. കാരണം നമ്മളന്ന് കണ്ടതാണ് KLF-ന്റെ ചടങ്ങിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അപജയത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ടും സ്പഷ്ടമായിട്ട് MT വിമർശിച്ചിട്ടുണ്ട്. വിമർശനാതീതനല്ല മുഖ്യമന്ത്രി ആയാലും. അപ്പോൾ അദ്ദേഹം ആ ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രതികാരം മനോഭാവത്തോടു കൂടിയാണ് ഈ പരിപാടിക്ക് വരാത്തത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ മാത്രമല്ല, ജനങ്ങൾ, എല്ലാം അറിയുന്ന, വായിക്കുന്ന, നേരിട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ ആ ഒരു പിക്ചറാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ വളരെ പ്രയാസമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ ഇത്രയും കുടിച്ചിതമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ചുരുങ്ങിപ്പോകുന്നു. നമുക്ക് കോഴിക്കോടിന് ഇങ്ങനെ ഒരു യശസ് കൈവരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്കറിയാം തൃശ്ശൂരിനൊക്കെ ഈ പദവി കിട്ടി, അവിടെ ഓഫീസായി, ലോഗോ പ്രകാശനമായി. ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി വരുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ അവസാനം നമ്മൾ കാണുന്നത് തദ്ദേശ വകുപ്പ് മന്ത്രിയും അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവർക്ക് വരാമായിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഈ പരിപാടി നടത്തായിരുന്നു. അപ്പം ഈ ഒരു അംഗീകാരത്തിന്റെ വലുപ്പം മനസ്സിലാകാതെ MTയെ പോലെയുള്ള സാഹിത്യകാരന് രജത ജൂബിലി പുരസ്കാരം നൽകുന്ന ഒരു വേദിയാണ്. ആ വേദിയിൽ ഇത്തരം ഒരു പ്രതികാര നടപടിയുമായി ധാർഷ്ട്യത്തോടെ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ അനീതികേടാണ്. അത് കോഴിക്കോട് ജനതയോട് മൊത്തം ചെയ്യുന്ന ഒരു അനീതിയാണ്. അന്താരാഷ്ട്ര ബഹുമതി നേടി അതിന്റെ യശസ്സിൽ നിൽക്കുന്ന കോഴിക്കോടിനോട് ഈ ഒരു രീതിയിലുള്ള പ്രതികരണം പാടില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത്. എന്തായാലും കൃത്യമാണ് അവരുടെ വിമർശനം. കാരണം ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ട് തന്നെ മാസങ്ങൾ പിന്നിടുന്നു. ഇതിനിടയിൽ പലവട്ടവും ഇതിന്റെ ലോഗോ പ്രഖ്യാപനം അടക്കമുള്ള പ്രകാശനം അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ സമയം പരിമിതി കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് കൂടി പറ്റുന്ന ഒരു സമയത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. MTയെ ആദരിക്കുന്ന ചടങ്ങും ഇന്ന് നടത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വിരോധം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു നഗരത്തിന് ഇത്തരം ഒരു പദവി ലഭിക്കുന്നത്. ഏറെ പൈതൃകമുള്ള, ഏറെ സാഹിത്യകാരന്മാരുള്ള ഒരു നഗരം കൂടിയാണ്. ആ നഗരത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം ജനങ്ങളോട് പ്രഖ്യാപിക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രി തന്നെ വേണമായിരുന്നു എന്നാണ് രാഷ്ട്രീയ ഭേദം ഒക്കെ മാറ്റിവെച്ച് ഈ പ്രതിപക്ഷം കൗൺസിലർമാർ പറയുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. എന്നാൽ പ്രോട്ടം സ്പീക്കർ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയേക്കും. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാത്തതിലാണ് പ്രതിഷേധം. ER രാഗേഷ് ആയിരുന്നു വിവരങ്ങളുമായി. രാഗേഷ്, ഈ പ്രോട്ടം സ്പീക്കറായി കൊടിക്കുന്നിലിനെ നിയമിക്കാത്തതിൽ അത് പ്രതിപക്ഷം കൃത്യമായിട്ട് പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇനി
എങ്ങനെയൊക്കെയാണ് ഈ ആദ്യ സമ്മേളനത്തിലെ നടപടിക്രമങ്ങൾ, അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, അത് എത്ര ദിവസം നീളും? എൽദോ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. നാളെ ആദ്യം നടക്കുക പ്രോട്ടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞയാണ്. BJP അംഗം ഭർതൃഹരി മെഹ്താബാണ് പ്രോട്ടൈം സ്പീക്കറായി ഇതിനോടകം തന്നെ നിയമിച്ചിട്ടുള്ളത്. രാഷ്ട്രപതി ഭവനിലായിരിക്കും പ്രോട്ടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം 11 മണിക്കാണ് ലോക്സഭയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ആദ്യം പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. സ്വാഭാവികമായും സഭയുടെ നേതാവ് എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. പ്രധാനമന്ത്രിക്ക് ശേഷം മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷമാണ് സംസ്ഥാന അടിസ്ഥാനത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. അങ്ങനെയെങ്കിൽ നാളെയും മറ്റന്നാളും സത്യപ്രതിജ്ഞ ചടങ്ങ് നീണ്ടു നിൽക്കും. അതിനുശേഷം ബുധനാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. അതിന് തൊട്ടടുത്ത ദിവസം രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇതാണ് നിലവിലെ ഷെഡ്യൂൾ, അല്ലെങ്കിൽ നിലവിലെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പ്രോട്ടൈം സ്പീക്കറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നിരുന്ന വിവാദം തന്നെയാണ്. ഇപ്പോഴും അത് ചർച്ചകളിലേക്ക് വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രോട്ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിലേക്ക് 5 പേരെ നിയമിച്ചിരുന്നു. ആ 5 പേരിൽ 3 പേർ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷാണ് നിലവിൽ ഈ സഭയിലെ ഏറ്റവും സീനിയറായ അംഗങ്ങളിൽ ഒരാൾ. 2 പേരാണത്. ഒന്ന് വീരേന്ദ്രകുമാറായിരുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചു. 8 തവണ അദ്ദേഹവും MP ആയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷും സമാനമായ രീതിയിൽ 8 തവണ MP ആയിട്ടുണ്ട്. പക്ഷേ പ്രോട്ടൈം സ്പീക്കറായി നിയമിച്ചിരിക്കുന്നത് 7 തവണ MP ആയ ഭർതൃഹരി മെഹ്താബിനെയാണ്. അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ അത് വിഷയം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രോട്ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യമുള്ളത്. അതായത് ഈ 5 പേരിൽ 3 ഇന്ത്യ സഖ്യം അംഗങ്ങൾ ആ പാനലിന്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം എത്തിച്ചേർന്നിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷിന് പുറമെ DMK അംഗം TR ബാലു, ഒപ്പം തന്നെ TMC അംഗം സുദീപ് ബന്ദോപാധ്യായ തുടങ്ങിയവരാണ് നിലവിൽ ഏതായാലും ഈ പാനലിന്റെ ഭാഗമായിരിക്കുന്നത്. പക്ഷേ നാളെ ആയിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് ഏതായാലും ഇന്ത്യ സഖ്യം എത്തുക. എൽദോ. റൈറ്റ്. രാഗേഷ്, നാഷണൽ ഡെസ്കിൽ നിന്ന്. പ്രളയ മുന്നൊരുക്കം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. മൺസൂണിനെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടാകുന്ന സംസ്ഥാനങ്ങളിലെ മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തും. കേരളം, തമിഴ്നാട്, ബീഹാർ, ആസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, സിക്കിം ഉൾപ്പെടെയുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതും യോഗം വിലയിരുത്തും. അസമിൽ അടുത്തിടെയുണ്ടായ പ്രളയം 3.90 ലക്ഷം ആളുകളെ ബാധിച്ചിരുന്നു. 19 ജില്ലകളിലാണ് പ്രളയം നാശം വിതച്ചത്. ലൈംഗിക പീഡന കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് പിന്നാലെ സഹോദരൻ സൂരജും അറസ്റ്റിൽ. കർണാടക JDS MLC ആണ് സൂരജ് രേവണ്ണ. പരാതി നൽകിയത് 27കാരനായിട്ടുള്ള പാർട്ടി പ്രവർത്തകനാണ്. തെലങ്കാനയിൽ ഗോത്രയുവതിക്ക് നേരെ ക്രൂരമായിട്ടുള്ള പീഡനം നടന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. കൃഷിഭൂമിയിൽ ജോലിക്കെത്തിയില്ല എന്നാരോപിച്ചാണ് യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത്. വടികൊണ്ട് അടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിക്കുകയും മുളകുപൊടി വിതറുകയും ചെയ്തുവെന്ന് യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. തെലങ്കാനയിലെ നാഗർ കുർണൂൾ ജില്ലയിലാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ യുവതിയുടെ സഹോദരി ഭർത്താവും ഭൂവുടമയും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് യുവതിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹോദരിയുമായി യുവതിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായും സൂചനയുണ്ട്. കുർബാന ഏകീകരണത്തിൽ പ്രതിസന്ധിയിലായ സിറോ മലബാർ സഭ. സിനഡ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയൊരു വിഭാഗം വിശ്വാസികളും വൈദികരും വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടിയത്. ജൂലൈ 3 മുതൽ തീരുമാനം നടപ്പാക്കിയില്ല എങ്കിൽ നടപടി ഉണ്ടാകുമെന്ന സർക്കുലർ അത് പിൻവലിക്കണമെന്നാണ് ഔദ്യോഗിക പക്ഷത്തെ എതിർക്കുന്നവരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ സഭാ നേതൃത്വം തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. കോട്ടയം കുറിച്ചി, അവിടെ ഇഗ്നാത്തിയോസ് ജ്ഞാനായ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടി. ഒരാളുടെ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാത്രിയർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രാപ്പോലീത്ത കുർബാന അർപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു തർക്കം.
കോട്ടയം കുറിച്ചി സെന്റ് ഇഗ്നാത്യോസ് പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ കുർബാന നടക്കുന്ന സമയത്താണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. അവിടേക്ക് സേവേറിയസ് മെത്രാപ്പൊലിത്ത, അതായത് ക്നാന യാക്കോബായ സഭയുടെ വലിയ മെത്രാപ്പൊലിത്തയാണ്. അദ്ദേഹം എത്തുകയും അദ്ദേഹം ഇന്ന് അവിടുത്തെ കുർബാന ചടങ്ങിലടക്കം പങ്കെടുക്കുകയും ചെയ്യുന്നത് ഒരു വിഭാഗം പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കുറേ കാലമായി ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രതിഷേധമുണ്ട്. അതായത് ഈ സേവേറിയസ് മെത്രാപ്പൊലിത്തയെ അന്ത്യോക്യൻ പാത്രിയാർക്കി സസ്പെൻഡ് ചെയ്തതാണ്. അതിനെതിരെ അവർ ആ വിഭാഗം കോടതിയിൽ പോവുകയും അതിന് സ്റ്റേ വാങ്ങുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒരു വലിയ അന്തരം നിൽക്കുന്നു, ഒരു സംഘർഷം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടായത്. എന്തായാലും ഈ റിജോയ്ക്ക് നെറ്റിക്കടക്കം പരിക്ക് പറ്റുകയും അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ പലയിടത്തും നേരത്തെ ഇവരുടെ അസോസിയേഷൻ യോഗം കൂടാനൊക്കെ തീരുമാനിച്ചപ്പോഴും സംഘർഷ സമാനമായ സ്ഥിതിവിശേഷം നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ തർക്കങ്ങളെല്ലാം നിലവിൽ കോടതിയുടെ ഒരു പരിധിയിലാണ്. ഹൈക്കോടതിയിലും ഒപ്പം തന്നെ ഇവിടെ കോട്ടയം കോടതിയിലുമൊക്കെ ഇത്തരം തർക്കങ്ങളിൽ നിയമ പോരാട്ടം കൂടി തുടരുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു സംഘർഷം ഇന്നുണ്ടായത്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. രോഗബാധയുണ്ടായ കാക്കനാട് DLF ഫ്ളാറ്റിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ഇന്നലെ 21 ഫ്ളാറ്റിൽ നിന്നായി പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ 496 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം പൗർണമിക്കാവിൽ ശനീശ്വര പ്രതിഷ്ഠ നടന്നു. മഹാരാഷ്ട്രയിലെ ഷിഗ്നാപൂർ ശരിക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതരായ സന്ദീപ് ശിവാജി മുലയും സഞ്ജയ് പത്മാകർ ജോഷിയുമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശനീശ്വര വിഗ്രഹമാണ് എന്ന് ക്ഷേത്രം അധികൃതർ പറഞ്ഞു. രാവിലെ 4 മണി മുതൽ രാത്രി 10 മണി വരെ 1 ലക്ഷത്തോളം ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ക്ഷേത്രം മഠാധിപതി സിൻഹഗായത്രി, ക്ഷേത്ര ജ്യോതിഷി മലയൻകീഴ് കണ്ണൻ നായർ, മേൽശാന്തി സജീവൻ, വർക്കല ലാൽ ശാന്തി തുടങ്ങിയവരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നല്ല പൊക്കിയിട്ട് ടൈറ്റ് ചെയ്യണം. ഫുൾ ടൈറ്റ് ചെയ്തിട്ട് കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്ത് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യുന്നതിനാണ് പ്രധാനമായും യോഗം വിളിച്ചിരിക്കുന്നത്. രാജ്യസഭാ MP ആയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണിയെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആദരിക്കും. കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേരുക. അപൂർവമായ നേട്ടം സ്വന്തമാക്കി ISRO. രാജ്യത്തിന്റെ പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകത്തിന്റെ 3ാമത്തെ ലാൻഡിംഗും വിജയകരമായി പൂർത്തിയാക്കി ISRO. ആന്ധ്രാപ്രദേശിലെ ചിത്രദുർഗയിലാണ് പുഷ്പക് റീയൂസബിൾ LEX പേടകത്തിന്റെ ലാൻഡിംഗ് നടന്നത്. ഇന്ന് രാവിലെ 7:10 പുഷ്പക പറന്നിറങ്ങിയത്. റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നതിന്റെ ചിലവ് കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. പുഷ്പയ്ക്കായിരിക്കും ഭാവി റോക്കറ്റ് സാങ്കേതിക വിദ്യയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. T20 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച അഫ്ഗാനിസ്ഥാൻ 21 റൺസിനാണ് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ തകർത്തത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. ജയത്തോടെ സൂപ്പർ സാധ്യത അഫ്ഗാൻ സജീവമാക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയ്ക്ക് സെമിയിൽ എത്തണമെങ്കിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ജയം അനിവാര്യമാണ്.
ഇന്ന് T20 ലോകകപ്പിൽ ഓസ്ട്രേലിയ പാറ്റ് കമ്മിൻസ് വീണ്ടും ഹാട്രിക് നേടി എന്നുള്ളതാണ്. ഈ തോൽവിയിലും ഓസ്ട്രേലിയക്ക് ആശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം അതായിരുന്നു. അഫ്ഗാനിസ്ഥാനെതിരെ കമ്മിൻസ് ഹാട്രിക് സ്വന്തമാക്കുകയായിരുന്നു. 17ാമത്തെ ഓവറിലെ അവസാന പന്തിൽ അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാനെയും 19ാം ഓവറിലെ ആദ്യ 2 പന്തുകളിൽ കരീം ജനത്, ഗുൽബദീൻ എന്നിവരെയും പുറത്താക്കിയാണ് കമ്മിൻസ് ഹാട്രിക് സ്വന്തമാക്കിയത്. കഴിഞ്ഞ മത്സരത്തിലും കമ്മിൻസ് ഹാട്രിക് നേടിയിരുന്നു. ബംഗ്ലാദേശിനെതിരെയായിരുന്നു ആ നേട്ടം. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവന് 52,880. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്തയുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. പങ്കെടുക്കുന്നതിലൂടെ